എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലത്തെ വീഡിയോ അല്ല കേട്ടോ, ഉച്ചയ്ക്ക് എടുക്കണം. ഞായറാഴ്ച കാരണം ഉച്ചയ്ക്ക് കാലത്തഞ്ച് വയ്യ. ചേട്ടന് ചെറിയൊരു പനി. ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായക്കുള്ള പരിപാടിയാണ് കേട്ടോ. ഇന്ന് നമുക്ക് പരിപ്പ് വടയാണ് ഉണ്ടാക്കാൻ പോണത്. സിമ്പിളല്ലേ പരിപ്പ് വട. ഓക്കെ, കടലപ്പരിപ്പല്ല കേട്ടോ, പീസ് പരിപ്പാണ്. വടപ്പരിപ്പ് കുതിർത്താണ് കേട്ടോ 4 മണിക്കൂർ. പീസ് പരിപ്പാണ്. നല്ല ടേസ്റ്റാണ്. കടലപ്പരിപ്പും കൂടെ ഉണ്ടാക്കാം, ഇതും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ കഴുകിയിട്ട് നന്നായി കഴുകട്ടെ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഞാൻ പരിപ്പ് കഴുകിയതാണ്, എന്നാലും ഒന്നും കൂടി കഴുകട്ടെ കേട്ടോ. നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യണേ. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാട്ടോ. കുരുവികളുടെ സൗണ്ട് കേൾക്കണ്ട. ദിവസം ഈ നേരമേ തല്ലുകൊടുക്കും കുരുവികൾ. രണ്ടുള്ളി ഒരു ഉള്ളിയിൽ ഞാൻ ഉള്ളി മുറിച്ചെടുക്കട്ടെ. അതെ, നമുക്ക് പരിപ്പൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. തരുതരായിട്ട് അരക്കണം. അതിന് കുറച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. 1.5 ടേബിൾ സ്പൂണ് മാറ്റി വയ്ക്കാം. എന്നിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. വെള്ളം പോകണം, വെള്ളം പാടില്ല കേട്ടോ. വെള്ളമില്ലാണ്ട് അരക്കണം. വെള്ളമില്ലാണ്ട് അരക്കണം. അരച്ചിട്ട് വരട്ടെ. പരിപ്പ് അരച്ചിട്ട് വന്നിട്ടാ. നല്ല തരിതരിയായിട്ട് അരച്ചിരിക്കണേ. വെള്ളം പാടില്ല, വെള്ളമില്ലാണ്ട് അരക്കണം. പൊടിച്ചു. നാല് മണിക്കൂർ കുതിർത്തതാണ് കേട്ടോ. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കട്ടോ. ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 2 ഉണക്കമുളക് കേട്ടോ, പൊടിയായി അരിഞ്ഞതാണ്, ഒരു 10 ചെറിയ ഉള്ളി, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി, നേരത്തെ മാറ്റി വെച്ച പരിപ്പ് ഇട്ടാ, അരക്കാത്ത പരിപ്പ്. നന്നായി കൈ കൊണ്ട് തിരുമ്പണം കേട്ടോ. എന്താ ഇപ്പം തന്നെ പരിപ്പ് വടൻ്റെ മണം വന്നു. നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാം. ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. നന്നായി ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റ്. ചൂടാവട്ടെ. തീ കുറച്ച് വെക്കണം കേട്ടോ. നന്നായി ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് വട ഷേപ്പാക്കാം. നന്നായി കഴുകിയിട്ട് കൈ നന്നായി കഴുകിയിട്ട് പരിപ്പൊടി അത് പരിപ്പൊടിയായി. കഴിച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ചോദിക്കാം. ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ചൂടായി വേഗട്ടെ. സിമ്മിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കട്ടെ. മൊരിയട്ടെ. ഈ കുറച്ച് വെക്കണല്ലേ? ഇത് കുറച്ച് വെക്കണം. അല്ലെങ്കിൽ വേവില്ല വേഗം. വേഗണുള്ളൂ കേട്ടോ. സൂപ്പറായിട്ട് ഓരോന്നും ഉണ്ടാക്കണുള്ളൂ കേട്ടോ. എണ്ണ ബാലൻസ് വന്നാൽ
കളയണ്ടേ? അതെ അതെ, പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ഈ എണ്ണ. അമ്മ അടുപ്പിൽ പരിപ്പ് റെഡിയാക്കി വെച്ചിരിക്കുക. ആയിട്ടതാ സൂപ്പർ. ഇനി രണ്ടാമത്തെ ഇട്ട് കൊടുക്കട്ടെ. അതാണ് വേട്ടെ. ഇതവിടെ കിടന്ന് വേകട്ടെ. ഒരാളോടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ പരിപ്പ് കൂടി ആയിട്ടോ. എണ്ണ തെറിക്കുന്നുള്ള പേടിയാണ്. വേഗത്തെ മറിച്ചിട്ട് ഒരു കിലോമീറ്റർ ദൂരത്താണല്ലോ. തീ കുറയ്ക്കണം. ഈ കുറവുണ്ട്. നല്ല ഉള്ളു വേവുള്ളൂ. കിലോമീറ്റർ കുറച്ചോ? തീ കുറയ്ക്കും. പരിപ്പോടെ ഉണ്ടാക്കി രണ്ടാണ്. ഒരാൾ വരട്ടാനും ആയി. മാറുന്ന എടുക്കണുള്ളൂ കേട്ടോ. ആയോ? സൂപ്പർ പരിപ്പോട. അടിപൊളി. അടുത്തത് ഇട്ട് ലാസ്റ്റ് ചെറിയ ചെറിയ വട ഉണ്ടാക്കാൻ കേട്ടോ. കുഞ്ഞു കുഞ്ഞിത് അങ്ങനെ പ്രസ് ചെയ്തോ. കുട്ടിവട. പരിപ്പോടൻ്റെ ജൂനിയർ. ഒരു ജൂനിയർ കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ പിന്നെ അപ്പം തന്നെ ടെസ്റ്റ് അടിക്കണം. കളറാൻ ചൊടുക്കും. പരിപ്പോടൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റി. കുഞ്ഞവട അതില്ല. ദൃശ്യമാകും. ഇട്ടായി വേറും ഒന്നും ഉണ്ടാവില്ല. കഴിഞ്ഞുട്ടാ ലാസ്റ്റായി. അയ്യോ, അത് രണ്ടാമത്തെ കിട്ടില്ലേ? ചെറുത് ഒരു ചെറുതും ഒരു വലുതുണ്ടാവും. ഉണ്ണിവരെ ഡയലോഗ് ഒരു പരീക്ഷയാണ്. ബുധനാഴ്ച വ്യാഴാഴ്ച കുറച്ച് പഠിക്കും, കുറച്ച് അങ്ങോട്ട് നടക്കും, കുറച്ച് പഠിക്കും, കുറച്ച് ഇങ്ങോട്ട് നടക്കും. ഒറ്റരിപ്പിന് ഇരുന്ന് പഠിക്കാൻ ഇഷ്ടമല്ല ഗൈസ്. റിസൾട്ട് വരുമ്പോൾ ബാക്കി അറിയാം ഗൈസ്. എന്താ, ഞാനൊക്കെ പഠിക്കും. ഭംഗി. അടിപൊളി പരിപ്പോട. ഇതാ പരിപ്പോട. ചൂട് ചായ വെക്കട്ടെ. ആദ്യം ചായ വെക്കട്ടെ കേട്ടോ. നമ്മുടെ പാലിലില്ലേ, രാവിലെ തിളപ്പിച്ചിട്ട് വൈകുന്നേരം വെച്ചാൽ നെയ്യ് വരും. സൊസൈറ്റി പാലാണ്. നെയ്യ് ഉണ്ടാക്കുകയാണെങ്കിൽ സൂപ്പറാണ്, പക്ഷെ ഉണ്ടാക്കില്ല. പൊടിയിട്ട് തിളക്കട്ടെ കേട്ടോ നന്നായിട്ട്. വലിയ മഴ വരുന്നുണ്ട്. ചായ റെഡി ആയിട്ടാ? കഴിയാറായിട്ടുണ്ട്. ചായ കുടിക്കാൻ കേട്ടോ. അപ്പം നിങ്ങളെങ്ങനെയാ വട ഉണ്ടാക്കുകയെന്ന് കമൻറ്റ് ചെയ്യാട്ടാ. നല്ല ക്രിസ്പിയാണ്. സൗണ്ട് വരുന്ന സൗണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കടയിൽ നിന്നാണ് വന്നത്. ഇപ്പം വീട്ടിലുണ്ടായി. ഞങ്ങൾ ചായ കുടിക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. See you.